ആപ്പിളിന്റെ ഐപാഡ് 2025 എന്ന ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐപാഡ് 2025 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ലിക്വിഡ് റെറ്റിന LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2360x1640 ആണ്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അപ്പം ആപ്പിളിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോണുകളിൽ പോലും അവർ കൊടുക്കുന്നില്ല. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ടച്ച് ഐഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ടാബിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 480 ഗ്രാം ആണ്. പിന്നെ 7 mm ആണ് തിക്നെസ് വരുന്നത്. ഈ ഒരു ടാബില് മാജിക് കീബോർഡ് ഫോളിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എക്സ്റ്റേണൽ കീബോർഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ വില 24,900 രൂപ വരുന്നുണ്ട്. അപ്പോൾ കീബോർഡ് യൂസ് ചെയ്യാം, പക്ഷെ അത്യാവശ്യം വില കൂടുതലാണ്. പിന്നെ ആപ്പിൾ പെൻസിലിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ബ്ലൂ, പിങ്ക്, സിൽവർ, യെല്ലോ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ A16 ബയോണിക് ചിപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. കുറച്ച് പഴയ പ്രോസസ്സറാണ്, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വൈഫൈയും 5Gയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ടാബിന്റെ ബേസ് വേരിയന്റിൽ 128 GB ഇന്റേണൽ ആണ് വരുന്നത്. 256 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. iPadOS 18 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 12 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പോൾ സെൽഫി ക്യാമറയിൽ സെൻറ്റർ സ്റ്റേജ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം സെൻറ്ററിൽ നിൽക്കുന്ന രീതിയിലൊക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 28.6 വാട്ട് ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 128 GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 34,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 49,900 രൂപയാണ്. 256 GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 44,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 59,900 രൂപയാണ്. 512 GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 64,900 രൂപയാണ്. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 79,900 രൂപയാണ്. മാർച്ച് 12 മുതലാണ് ഈ ഒരു ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ടാബ്ലറ്റ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അത്യാവശ്യം തിരക്കുള്ള നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സും അത്യാവശ്യം തിരക്കുള്ള നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.